ഇടവേള. ഗോപു നന്ദിലത് ജിമാത് ഓണനിലാവ് ബ്രോട്ട് യു ബൈ ഗോപു നന്ദിലത് ജിമാത് കേരളത്തിൽ എല്ലായിടത്തും. ഷോ ക്രെഡിറ്റ്സ് ബ്രോട്ട് യു ബൈ Luker Eco Green wires and cables from Luker. Luker cables and wires. In a home interior ni Denwood, the next generation wood. ഗോപു നന്ദിലത് ജിമാത് കേരളത്തിൽ എല്ലായിടത്തും. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? ഈ ഓണം VKC ഡിബോണിനൊപ്പം ആഘോഷിക്കൂ. ധനലക്ഷ്മി ഫിനാൻസ്, യുവർ ട്രസ്റ്റഡ് ഫിനാൻഷ്യൽ പാർട്ട്ണർ. ക്രോണ വളരെ സ്റ്റൈലിഷ് ആണ്, കംഫർട്ടബിളുമാണ്, സ്ട്രോങ്ങുമാണ്. ക്രോണ പ്ലാസ്റ്റിക്സ്, നോ കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി. ഒഡീസിയ അവേമ ക്ലാസിക്സ്, ഇനി ഏത് റോളും നടക്കും. ഒഡീസിയ അവേമ ക്ലാസിക്സ്. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. പുതിയ ഹാർമണി ചിട്ടിയിൽ ഞാൻ വീട് വെച്ചത് KSF ചിട്ടിയുടെ ധൈര്യത്തിലല്ലേ. KSF, ഈ നാടിന്റെ ധൈര്യം. മനസ്സിനിണങ്ങിയ പങ്കാളിയെ കണ്ടെത്തുവാൻ വേറ്റുനിക്ക ദ മുസ്ലിം മാട്രിമോണിയൽ. ഗോപു നന്ദിലത് ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. ഗോപു നന്ദിലത് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. Highly flexible, super conductivity, flame retardant, eco green wires and cables from Luker. Luker cables and wires. നമുക്ക് ഈസ്റ്റേൺ സാമ്പാറിന്റെ മഹാപോരാട്ടത്തിലേക്ക് കിടക്കാം. അശ്വതി പോരാട്ടത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. വാശിയോടെ കുമാരിയമ്മയും തയ്യാർ. അശ്വതി ഉപയോഗിക്കുന്നു ഈസ്റ്റേൺ സാമ്പാർ പൗഡർ. കുമാരിയമ്മയുടെ കയ്യിൽ ഈസ്റ്റേൺ തനിനാടൻ സാമ്പാർ പൗഡർ. ഈസ്റ്റേൺ സാമ്പാർ പൗഡർ ഇപ്പോൾ 2 രുചികളിൽ. ഈസ്റ്റേൺ സാമ്പാർ, ഈസ്റ്റേൺ തനി നാടൻ സാമ്പാർ. പെർഫെക്റ്റ്. ആൻഡ് ദ വിന്നർ ഈസ് സാമ്പാർ പലവിധം പെർഫെക്റ്റ് ആക്കാൻ ഈസ്റ്റേൺ, കേരളത്തിന്റെ നമ്പർ 1 സാമ്പാർ പൗഡർ. Richmax Finvest, പൊന്നിലൂടെ മുന്നേറൂ. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. ലങ് ക്യാൻസറിന്റെ റേഷ്യോ ഭയങ്കര കൂടുതലാണ് അല്ലേ? ബാക്കിയുള്ള അവയവങ്ങളിൽ വരുന്ന ക്യാൻസർ പോലെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസറായി നമുക്ക് നിർണ്ണയിക്കാനുള്ള ഒരു ലങ് ക്യാൻസറിനില്ല. ശ്വാസകോശ സംബന്ധമായ രോഗനിർണയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഇന്റർവെൻഷണൽ പൾമനോളജി. മെയിൻ ശ്വാസനാളത്തിൽ എവിടെയെങ്കിലും സാധനം കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് പൂർണ്ണമായി ശ്വാസം നിലച്ചു പോകാൻ സാധ്യതയുള്ളൊരു അതൊരു എമർജൻസി സിറ്റുവേഷനാണ്. സ്റ്റെതസ്കോപ്പ് ഞായർ വൈകുന്നേരം 5:30. ആസ്റ്റമിംസ് സ്റ്റെതസ്കോപ്പ് ബ്രോട്ട് യു ബൈ ആസ്റ്റമിംസ് കോട്ടക്കൽ. വി വിൽ ട്രീറ്റ് യു വെൽ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ അവർക്കെതിരായി സസ്പെൻഡ് ചെയ്തു. അതുപോലെ അവരെ സർവീസിൽ നിന്ന് നീക്കണം. സർവീസിൽ തുടരാൻ യാതൊരു അർഹതയില്ലാത്തവരാണ്. ഒരു കാരണവശാൽ ഇതുപോലത്തെ കാപാലികന്മാർ, ക്രൂരന്മാർ പോലീസ് സർവീസിലുണ്ടാകാൻ പാടില്ല. പോലീസ് ജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ സുരക്ഷിതത്വത്തിനും അവരുടെ സൗകര്യത്തിനുമാണ്, അല്ല അവരെ ആക്രമിക്കാനുള്ളതല്ല. നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ ഒരു കാരണവുമില്ലാതെ മനഃപൂർവ്വമായി കൊണ്ടുപോയി ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായും മർദ്ദിച്ചത് ഇത് സൈക്കോളജിക്കൽ ഡിസോർഡറാണ് ശരിക്കും. അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കൂട്ടം ചേർന്ന് കാണിക്കുന്ന അഹങ്കാരവും ധിക്കാരവുമാണ് ആരുടെയും മേലെ. ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളുടെ മീതെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏതെങ്കിലും കുറ്റവാളികളെ പിടിച്ചുകൊണ്ട് വന്നാൽ ഇവരെന്തായിരിക്കും പോലീസ് സ്റ്റേഷനിൽ ചെയ്യുന്നത്? ചിലപ്പോൾ കുറ്റവാളികളോട് നേരെ എതിരായിരിക്കും. അതുകൊണ്ട് അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാതെ ഒരു വിട്ടുവീഴ്ചയില്ല. വീണ്ടും വരികയാണ്. പീച്ചിയിൽ ഹോട്ടലിലെ ഉടമയുടെ മകനെയും മാനേജരെയും കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുക, എന്നിട്ട് സെറ്റിൽ ചെയ്യുക, 5 ലക്ഷത്തിന് സെറ്റിൽ ചെയ്യുക, ആ കാശ് മേടിക്കുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങളടക്കം പുറത്തു വരികയാണ്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ 4-4.5 വർഷക്കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന കേരള പോലീസിൻ്റെ തനി നിറമാണ് ഇപ്പോൾ പുറത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ പറയും കേരള പോലീസിനൊരു കോക്കസാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ DGPക്ക് SP-മാരുടെ മീതെ നിയന്ത്രണമില്ല, SP-മാർക്ക് SHOമാരുടെ മീതെ നിയന്ത്രണമില്ല. ഇതെല്ലാം പല സ്ഥലത്തും പാർട്ടിയാണ് ഭരിക്കുന്നത്.
ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ലോക്കൽ സെക്രട്ടറിക്ക് അടി കിട്ടി അവസാനം. അതാണ് അപ്പോൾ ഒരു മാഫിയ പോലത്തെ ഒരു സംഘമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് മാധ്യമപ്രവർത്തകർ പോയപ്പോൾ CPM പ്രവർത്തകർ തടഞ്ഞു ഇല്ലേ, അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കാതെ അത് തടഞ്ഞു. അപ്പോൾ പീച്ചിയിലുണ്ടായ സംഭവം, കുന്നംകുളത്തുണ്ടായ സംഭവം, ഇതൊക്കെ കുറേ പേര് അതിൻ്റെ പുറകെ നടന്നിട്ടാണ് ഈ CCTV ദൃശ്യങ്ങളൊക്കെ കിട്ടിയത്. സ്വാഭാവികമായി എത്രയോ മർദ്ദനങ്ങൾ ഈ CCTV ദൃശ്യങ്ങൾ ഇല്ലാതെ അല്ല അതിൻ്റെ പുറകെ ആളുകൾ നടക്കാത്തതുകൊണ്ടും ഭയന്നിട്ടും പുറത്തു പറയാത്ത എത്രയോ കേസുകളുണ്ട്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇതുപോലുള്ള ക്രൂരമായ ആക്രമണങ്ങൾ നടക്കുകയാണ്. മനുഷ്യത്വരഹിതമായി മനുഷ്യാവകാശങ്ങളുടെ പൂർണ്ണമായ ധ്വംസനമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടാതിരിക്കുകയാണ്. എന്ത് കാര്യത്തിലാണ് മുഖ്യമന്ത്രി മറുപടി പറയുന്നത്? അദ്ദേഹമല്ലേ ഇതിന് മറുപടി പറയേണ്ടത്? അദ്ദേഹത്തിനല്ലേ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് മറുപടി പറയേണ്ടത്? അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല. ഒന്നിനെ കുറിച്ച് ഒരു അഭിപ്രായമില്ല. പറയാതെ മാറി നിൽക്കുകയാണ്, ഒളിച്ചോടുകയാണ് മുഖ്യമന്ത്രി. ഉത്തരം പറയേണ്ട സ്ഥലത്ത് അധികാരത്തിൽ ഇരിക്കുന്ന ആളുകൾ, ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, പോലീസ് സേനയെ നിയന്ത്രിക്കുന്ന ആളുകൾ, അതിനെതിരായി ആക്ഷേപം വരുമ്പോൾ പറയാനുള്ള മറുപടിയുണ്ട്, മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യതയിൽ നിന്നാണ്, ഔദ്യോഗികമായ ബാധ്യതയിൽ നിന്നാണ് മുഖ്യമന്ത്രി ഒളിച്ചോടുന്നത്. ഇതാണ് കേരളത്തിലെ പോലീസ്. ജനങ്ങളെ ക്രൂരമായി തല്ലിക്കൊല്ലുന്ന പോലീസാണല്ലോ. ആ പോലീസ് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ അതിശക്തമായ പ്രതിഷേധങ്ങളുണ്ട്. UDF ഭരണകാലത്ത് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ഇല്ല, അങ്ങനത്തെ കേസുകളൊന്നും ചെയ്തിട്ടില്ല. കേസുകളുണ്ടെങ്കിൽ അപ്പം തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഇതെന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? 2023 ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അത് പൂഴ്ത്തിവെച്ചു. ACPയുടെ റിപ്പോർട്ട് ഉണ്ടായി, അത് പൂഴ്ത്തിവെച്ചു. ഒരു പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ മുഖ്യമന്ത്രിയാണ്, DGP ആണ് ഉത്തരവാദിത്വം എന്നല്ല. പക്ഷെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ ആ സംഭവത്തിന്റെ മേലെ നടപടിയെടുക്കണ്ടേ? പീച്ചിയിലെ സംഭവം എത്രമാത്രം പൂഴ്ത്തിവെച്ചു. കുന്നംകുളത്തെ സംഭവം പൂഴ്ത്തിവെച്ചാണ് ചെയ്തത്. ഇത് ഭാഗ്യത്തിനാണ്, നിയമം സഹായിച്ചതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. ഇത് കിട്ടിയതുകൊണ്ട്. ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഞാൻ വിശ്വസിക്കുമോ? ഇത് പറഞ്ഞാൽ തല്ല് കിട്ടി എന്ന് പറഞ്ഞാൽ ശരി തല്ല് കിട്ടി എന്നല്ലാതെ ഇത്രയും ക്രൂരമായ ഒരു ടോർച്ചറിങ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അപ്പൊ ഇത് അറിഞ്ഞിട്ടും, മേലുദ്യോഗസ്ഥന്മാർ ഇത് അറിഞ്ഞിട്ടും ഇത് പൂഴ്ത്തിവെച്ചു എന്നുള്ളത് മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ലേ? പിന്നെ എന്തിനാ മുഖ്യമന്ത്രിയുടെ കയ്യിൽ സ്പെഷ്യൽ ബ്രാഞ്ച്? സ്പെഷ്യൽ ബ്രാഞ്ച് എന്തിനാ? ഒരു പോലീസ് സ്റ്റേഷനിൽ അഹിതമായത് നടന്നാൽ മുഖ്യമന്ത്രിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് അറിഞ്ഞില്ലേ? എന്നാ പിന്നെ അതൊക്കെ പിരിച്ചുവിട്ടാൽ മതി. സ്പെഷ്യൽ ബ്രാഞ്ച് കുന്നംകുളത്തും പീച്ചിയിലും നടന്ന സംഭവം ഈ പോലീസ് സേനയിലെ ഇന്റലിജൻസ് സംവിധാനം അറിഞ്ഞില്ല എങ്കിൽ അത് പിരിച്ചുവിട്ടാൽ മതി. അപ്പോൾ അവരറിയാതിരിക്കില്ല, അവർ മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്യും. അതിന്റെ ഇന്റലിജൻസ് DGP വഴി മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രിയും ഭരണ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇതറിഞ്ഞിട്ടും ഇത് മനഃപൂർവ്വമായി പൂഴ്ത്തിവെച്ച് ഈ ക്രിമിനലുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതാണ് പ്രശ്നം. എനിക്ക് അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ഡീറ്റെയിൽ മീഡിയയായിട്ട് യാതൊരു ബന്ധമില്ല. അങ്ങനെ ഒരു ഡീറ്റെയിൽ മീഡിയ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്കറിയില്ല. അങ്ങനെയായിട്ട് ഒരു ഡീറ്റെയിൽ മീഡിയ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്കറിയില്ല. എനിക്ക് ആ ഡീറ്റെയിൽ മീഡിയയായിട്ട് യാതൊരു പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആവാനുള്ള റിഹേഴ്സൽ നടത്താന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്തിനാ അദ്ദേഹം പറയുന്നതിനൊക്കെ മറുപടി പറയാൻ പോകുന്നത്? ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞല്ലോ. തിളക്കമാർന്ന ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തിന്റെ വെല്ലുവിളിയാണ് ഏറ്റെടുക്കുന്നത്. തിളക്കമാർന്ന ഭൂരിപക്ഷത്തോടുകൂടി UDFനെ കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. പിന്നെ നിങ്ങൾ എന്നെ കാണില്ല. മറുപടി പറഞ്ഞല്ലോ. പിന്നെ എല്ലാ ദിവസവും അദ്ദേഹം പറഞ്ഞത് ഞാൻ മറുപടി പറഞ്ഞത്. കേരളത്തിലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ഇന്ത്യയിലെ ദേശീയ പാർട്ടി എന്നുള്ള ഒരു സമീപനമുണ്ട്, ഒരു പ്രൊസീജിയറുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരെയും പ്രഖ്യാപിക്കാറില്ല. എൻ്റെ ദൗത്യം എന്ന് പറയുന്നത്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കേരളത്തിലെ UDFനെ അധികാരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്നതാണ്. അതുവരെയല്ല എൻ്റെ കാര്യം. UDFനെ നയിക്കുന്നത് മുസ്ലിം ലീഗ് ആണ് എന്ന ഒരു ആക്ഷേപം കൂടി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനമാണ് കേരളത്തിലെ UDFിനെ. അദ്ദേഹത്തിനൊന്നും മറുപടി പറയാൻ ഞാനില്ല. അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ നോക്കി. അദ്ദേഹം ഓരോ ദിവസവും സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അതിനെ ഓൺ ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? അദ്ദേഹം മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചു. അദ്ദേഹം പാലായിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചു. എന്നിട്ട് പിറ്റേ ആഴ്ച അദ്ദേഹം ഗുരുദേവന്റെ പതിപ്പാണെന്ന് പറഞ്ഞായിരുന്നു. ഗുരുദേവൻ അങ്ങനെയായിരുന്നു. ഗുരുദേവനെ അവമാനിക്കും. ദേവി, ഇത് ശ്രീനാരായണ ഗുരുദേവൻ എന്ന ചതയ ദിനം കൂടിയാണ്.
അദ്ദേഹത്തിനും കൂടിയാണ്. ഗുരുദേവനെ ആരും അപമാനിക്കരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അദ്ദേഹത്തോട് വഴക്കിടാനും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു ഗുരു എന്താണ് പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോഴും എന്റെ പരാതി അതേ ഉള്ളൂ. വെള്ളാപ്പള്ളി അങ്ങും ഒരുമിച്ചുള്ള വേദികളുണ്ട്, ആ വേദികളിലൊക്കെ അതൊക്കെ അതിനെന്താ പ്രശ്നം? അത് SNDP യൂണിയൻ എന്ന് പറയുന്നത്, SNDP എന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്ഥാനമല്ലേ? ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിതമായ സംഭവം. ഞാൻ ശ്രീനാരായണീയനാണ്. ഞാൻ ശ്രീനാരായണന്റെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന, അദ്ദേഹത്തിന്റെ ദർശനങ്ങളിൽ വിശ്വസിക്കുന്ന ശ്രീനാരായണീയനാണ് ഞാൻ പോവല്ലായിരുന്നു. അത് അവിടെ ആ സ്ഥാനത്ത് ആരിയിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. അതെല്ലാം ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു ഔദ്യോഗികമായൊരു സോഷ്യൽ മീഡിയ സംവിധാനം കേരളത്തിലെ പാർട്ടിക്കുള്ളതായിട്ട് എനിക്കറിയില്ല. അതെനിക്കറിയാം. KPCC പ്രസിഡന്റിനോട് നിങ്ങൾ ചോദിക്കണം. എനിക്കറിയില്ല ഇത് ആരാണ് കൊടുത്തത്. കോൺഗ്രസ് പേരിൽ ഒരുപാട് പേര് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇനി കോൺഗ്രസ് വിരുദ്ധരാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് സംശയം തോന്നുന്ന തരത്തിൽ കോൺഗ്രസ് വിരുദ്ധ വാർത്തകൾ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പേരിലുണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്ന് അത് KPCC പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കണം. KPCC അത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. ഞാൻ അതിനെക്കുറിച്ച്, അത് സംഘടനാപരമായ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല. മുൻ KPCC പ്രസിഡന്റ് ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ സദ്യയിൽ താനാണെങ്കിൽ പങ്കെടുക്കുമായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിമർശനത്തിന് അതീതനായിട്ടുള്ള ഒരാളല്ല. എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടായെങ്കിലോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും തെറ്റ് പറഞ്ഞ് വിമർശിക്കാനുള്ള അധികാരം സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് വരെയുണ്ട്. അവരെല്ലാം മുതിർന്ന ആളുകളാണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. എനിക്ക് അദ്ദേഹം പറഞ്ഞതിലൊന്നും യാതൊരു വിരോധമോ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. അവർക്ക് എന്നെ വിമർശിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ എവിടെ പറയണം, എങ്ങനെ പറയണം എന്ന് അവരവര് ആലോചിച്ചാൽ മതി. എനിക്കൊരു പരാതിയില്ല. എനിക്കൊരു പരാതിയില്ല. എനിക്ക് അത്തരം കാര്യങ്ങളിൽ പരാതിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, CPM എന്റെ മാധ്യമ വിഭാഗം അവര് യോഗം ചേർന്നിട്ട് നിരന്തരമായി എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വിവിധ യൂട്യൂബ് ചാനലുകളെ, കുറേ യൂട്യൂബ് ചാനലുകളെ ഇവർ പർച്ചേസ് ചെയ്തിട്ട് അവര് വഴി എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു. അതൊന്നും എന്റെ മീതെ ഒരു പോറൽ പോലും എന്നെ ഏൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല. അതൊന്നും എനിക്ക് അങ്ങനെ പരാതിയൊന്നും. ബലറാമിനെ ഒന്നും പുറത്താക്കിയിട്ടൊന്നുമില്ല. ആരാ പറഞ്ഞത്? നോ, അത് തെറ്റായ വാർത്ത. VT ബലറാമിനെ ഒന്നും ഒരു സ്ഥലത്ത് നിന്നും പുറത്താക്കിയിട്ടില്ല. അദ്ദേഹം KPCCയുടെ ഉപാധ്യക്ഷനാണ്. അത് അദ്ദേഹത്തിന്റെ ആവശ്യം. ദാറ്റ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. ഞാൻ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കില്ല. അത് പാർട്ടി തീരുമാനമെടുത്ത് നിങ്ങളെല്ലാവരും അറിയിച്ചിട്ടുണ്ട്.